കേരളീയ മുസൽമാന്റെ ആത്മീയ പ്രതലം ഇന്ന് വലിയ അർത്ഥത്തിൽ കലുഷിതമാവുകയാണ്. ധ്രുവീകരണങ്ങൾ കൊണ്ട് സമൂഹം നാളിതുവരെ തുടർന്നു വന്ന മനോഹരമായി അനുധാവനം ചെയ്ത സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ആധികാരിക പ്രസ്ഥാനത്തെ ഇന്ന് ചിലർ ആക്രമിക്കുകയാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിഭാഗമുണ്ട്. ചില പ്രത്യേക ആശയം പോലെ നാളിതുവരെ സമസ്ത ഉയർത്തിപ്പിടിച്ച സമസ്തയുടെ നേതാക്കന്മാർ അനുധാവനം ചെയ്ത അവർ കാണിച്ചു തന്ന മനോഹരമായ സംസ്കൃതികളെല്ലാം അപകടമാണ് എന്ന് വിളിച്ചു പറയുന്ന രീതിയിൽ തന്റെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില അജണ്ടകളോടുകൂടി ചിലർ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. അവരെ വിളിക്കുന്ന പേരാണ് ഷജറയിസം. ഇന്ന് ഈ നട്ടുച്ചയിൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്, ഇവിടെ വിഷയീഭവിക്കുന്നത് ഈ ഷജറയിസത്തെ കുറിച്ചാണ്. നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട മംനൂൻ ഫൈസി അവറുകളാണ്. എന്തൊക്കെയുണ്ട് വർത്തമാനം? പ്രാത്തല്ലേ? സന്തോഷം, ഉഷാറായിട്ട് പോകുന്നു. ഓക്കെ, ഏതായാലും നട്ടുച്ചയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വഖഫിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്, പെരുന്നാളിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നമ്മൾ സമീപകാലത്ത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ധ്രുവീകരണം ചെയ്യുന്ന അല്ലെങ്കിൽ ആത്മീയ പ്രതലത്തിൽ വല്ലാത്ത ഒരു മലീമസത ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ചില തൽപര കക്ഷികളുണ്ട്, ഷജറകൾ. അവർക്ക് നമുക്കൊരു ഇസം ഉണ്ട് എന്ന് നമുക്ക് പറയാം, ഷജറ ഇസം എന്ന് പറയാം. കാരണം അവർ ഇസം ഒരു പ്രത്യയശാസ്ത്രത്തിലേക്ക് അവർ വരുന്നു. അവർ വിചാരിച്ചത് മാത്രമാണ് ശരി, അവർക്ക് ചില സങ്കുചിത്വം വരുന്നു. അവർ പറയുന്നൊരു വാദം നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ അവർ അഹ്ലുസുന്നയുടെ സംരക്ഷകരാണ് എന്നാണ്. ഞങ്ങൾ സമസ്തയുടെ സ്വത്വത്തിന് കാവൽ നിൽക്കുന്നവരാണ് എന്നാണ്. അതേസമയം ചില പെർട്ടിക്കുലർ ആളുകളിലേക്ക് മാത്രം തിരിയുകയും എന്നാൽ സമസ്തക്ക് നേരെ സമസ്തയുടെ നാളിതുവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന സംസ്കാരത്തിനോ ആദർശത്തിനോ വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിൽ മറ്റു അവരുടെ പക്ഷത്തു നിന്ന് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമല്ല. ഈ ഒരു അർത്ഥത്തിൽ സമൂഹത്തിൽ ചില അജണ്ടകളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് തോന്നിയത്? എന്താണ് നിങ്ങൾ പരിചയപ്പെടുത്തി വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ച ഷജറ ഇസം, അത് ശരിക്കും അങ്ങനെ തന്നെയാണ്. ഏകദേശം അതിന്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തിയ ഈ വാക്കുകളിലുണ്ട്. അതിനൊന്നും നമുക്ക് ആഴത്തിൽ പരിശോധിച്ചാൽ പൊതുജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. ഈ 89 കാലഘട്ടത്തിന്റെ അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇത് പുതിയൊരു ഇസമൊന്നുമല്ല, പുതിയൊരു പ്രത്യയശാസ്ത്രം, പ്രത്യയശാസ്ത്രം തന്നെയാണ്. പുതിയ പട്ടിൽ പൊതിഞ്ഞിട്ട് ചരിത്രമറിയാത്ത പുതുതലമുറയെ, ചരിത്രം അറിഞ്ഞു മറന്നവരെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പുത്തൻ ശാശ്വതമല്ലാത്തൊരു തരം പരിപാടിയാണ് ഷജറ ഇസം എന്നുള്ളത്. പക്ഷേ അത് വലിയ അപകടമാണ്. അതെ, നമ്മളിതൊരു അപകടമാണെന്ന് പറയുമ്പോൾ 89 കാലത്തിന്റെ ഒരു തനിയാവർത്തനാണ് ഇത് പറയുമ്പോൾ നമ്മൾ നോക്കണം എന്താണ് 89 കാലത്തുണ്ടായത്. അതറിയാത്ത ആളുകൾ ഉണ്ടാവാം. അപ്പൊ 89 കാലത്തിന്റെ തനിയാവർത്തനമായി ഈ ഷജറയിസത്തിന്റെ വാക്താക്കളെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതാണ് ഇത് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് 89 കാലത്ത് എന്താ സംഭവിച്ചെന്ന് പറയണം. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, 89 കാലഘട്ടങ്ങളിൽ സമസ്തയുടെ കൃതഹസ്ഥരായ പണ്ഡിതർ, മഹാനായ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയുടെയൊക്കെ അവരെയൊക്കെ തൻ്റെ വരുതിയിലാക്കാൻ, തനിക്ക് വശംവദരാക്കാൻ, അവരെ കീഴിലൊതുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കീഴ്ഘടകങ്ങളായ ചില ആളുകൾ SOEസിനെയൊക്കെ ഉപയോഗപ്പെടുത്തി, SSFനെയൊക്കെ ഉപയോഗപ്പെടുത്തി അവർ ശ്രമിച്ചു എന്നതാണ്. അവിടെയാണ് SSF ഒക്കെ വലിയ രീതിയിൽ ധ്രുവീകരണം സൃഷ്ടിക്കുകയും വിദ്യാർത്ഥികൾക്കിടയിലും സമൂഹത്തിനിടയിലും വലിയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. എന്നാൽ അതിൻ്റെ ഒരു തനിയാവർത്തനം ഇപ്പോൾ നടക്കുന്നു. ആദരണീയരായ പാണക്കാട്ട് തങ്ങളെയും സമസ്ത നേതൃത്വത്തെയും ഒന്നടങ്കം അപലപിച്ച് നാടുനീളെ വലിയ അർത്ഥത്തിൽ ധ്രുവീകരണം സൃഷ്ടിക്കുകയും, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഷജറകൾ യഥാർത്ഥത്തിൽ സമസ്തയുടെ സ്വത്വത്തിന്, സമസ്തയുടെ പൈതൃകത്തിന് കാവൽ നിൽക്കുന്നവരാണ് എങ്കിൽ അവർ ആത്യന്തികമായി എതിർക്കേണ്ടത്, ഒന്നാമതായി സമസ്തക്ക് നേരെ ഏറ്റവും വലിയ ജൽപ്പനം ഉയർത്തിയത് ഈ പറയപ്പെട്ട സമസ്തയെ അല്ലെ ഷജറകൾ എതിർക്കുന്ന ആളുകളൊന്നുമല്ല. ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ അപകടകരമായ വാദം, സംസ്ഥയുടെ സ്വത്വത്തിന് വലിയ അർത്ഥത്തിൽ പോറലേൽപ്പിക്കുന്ന വാദം ഉയർത്തിയത് റഹ്മത്തുള്ള കാസിം മുത്തേടാണ് എന്റെ ഒരു പക്ഷം അല്ലെ. ഒന്ന് നോക്കൂ എന്തൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ജൽപ്പനങ്ങൾ സമീപകാലത്ത് അദ്ദേഹം ഉയർത്തിയ സമസ്തക്ക് നേരെ ഉയർത്തിയ ആരോപണങ്ങളൊന്ന് ഓർത്തു നോക്കി. ഒന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഓർമ്മയില് ഒന്ന് സമസ്തയുടെ സുജാമുകളാണ്. പിന്നെ ഒന്ന് അടുത്തത് റബ്ബർ സ്റ്റാമ്പ് ആയിരിക്കും സമസ്തയുടെ പ്രസിഡന്റ്. അത് കഴിഞ്ഞാൽ പൂർണ്ണാർത്ഥത്തിലുള്ള വഹാബിയായിരിക്കും, പക്ക വഹാബിയായിരിക്കും. സമസ്തയുടെ പല സമുന്നതരായ നേതാക്കന്മാരെയും അദ്ദേഹം വഹാബിവൽക്കരിച്ചു. തീർച്ചയായും. പിന്നെ സമസ്തയുടെ ഇനി നോക്കുക, സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു ഭയങ്കരമായ ഒരു ബന്ധമുണ്ട്. കാലാന്തരങ്ങളിലായി കടന്നു വന്ന കുറിച്ച് പറഞ്ഞപ്പോഴേ നമുക്ക് ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിലൊന്നും ഇരുന്ന് പറയാൻ പറ്റാത്ത വൃത്തികേട് സംഘടനയുടെ ലേബലിൽ സംഘടന ഔദ്യോഗിക സ്റ്റേജിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സമസ്തയിൽ നമ്മൾ ആദരിക്കുന്ന ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത എന്നൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അതൊന്നും ആലങ്കാരിക പരിചയപ്പെടുത്തലുകളായിരുന്നില്ല. അത്രമേൽ നിഷ്കളങ്കരായ സാത്വികരായ ആളുകളാണ് സമസ്തയുടെ പരമോന്നത ബോഡിയിലുള്ളത് എന്നൊക്കെ വിശ്വസിച്ചു വന്ന ഒരു തലമുറക്ക് മുമ്പിൽ അവരൊന്നും ഇപ്പോഴുണ്ട്, അവരൊന്നും പോയിട്ടില്ല. അവരെ മുമ്പിൽ ഇദ്ദേഹം പറയാണ് അവരൊക്കെ രാത്രി അവിടെയും ഇവിടെയും മാന്തിയിട്ട് അത് മുത്തിക്കുന്നവരാണ്.
ഇത് കേവലം ഒരു സമസ്തയെ പരിഹസിക്കല്ല, സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ആശയവും ആദർശമാണ് ഇതൊക്കെ. അതിനെ പച്ചക്ക് പരിഹസിക്കുകയാണ്. അതിന് നിങ്ങൾ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും നമ്മളിത് ഒരുപാട് പ്രേക്ഷകർ കാണുന്നുണ്ടാവും, ഇത് സമസ്തക്കാർ മാത്രമല്ല, നിങ്ങൾക്കൊക്കെ പരിശോധിക്കാവുന്ന ഒരു വസ്തുതയാണ് ഞങ്ങൾ പറയുന്നത്. എന്നാൽ ഈ ഷജറ വിഭാഗം ആദർശം അമാനത്താണെന്ന് പറഞ്ഞിട്ട് പരിപാടി നടത്തിയപ്പോൾ എവിടെയെങ്കിലും റഹ്മത്തുള്ള കാസിമിക്ക് ഒരു കമ എന്നൊരു അക്ഷരം ഉണ്ടിയോ? ഇല്ല. റഹ്മത്തുള്ള കാസിമി തന്നെ സമീപകാലത്ത് പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗിന്റെ ഒരു MP നേരെ അതിശക്തമായ രീതിയിൽ പ്രസംഗിക്കാൻ വേണ്ടി എന്നെ ചില ആളുകൾ സമീപിച്ചു എന്നത്. അതേ ഒരു നിഷ്കളങ്കന കുറച്ച് കഴിഞ്ഞിട്ട് അയാൾക്ക് തന്നെ മറുപടി പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് സമീപകാലത്ത് മാറിയിട്ടുണ്ട്. അത് വേണ്ട, അത് വേറെ വിഷയം. ഏതായാലും അപ്പോ അദ്ദേഹം ചിലരുടെ ലൗഡ് സ്പീക്കർ ആണെന്ന് പറയേണ്ടി വരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾ കാവൽ നിൽക്കുന്നത് സമസ്തയുടെ സ്വത്വത്തിനാണ്, സമസ്തയുടെ ആദർശത്തിനാണ്, സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന പൈതൃകത്തിനാണെന്ന് പറയുമ്പോൾ അതിനിശ്ചിതമായ രീതിയിൽ പോറലേൽപ്പിക്കുന്ന വ്യക്തിയായിട്ട് റഹ്മത്തുള്ള കാസിം മാറുമ്പോൾ അതിന് ഒരു കമ എന്നൊരു അക്ഷരം ഇണ്ടാതെ ഞങ്ങൾ സമസ്തക്കെതിരെ കാവൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു കപടതയുണ്ട്. തീർച്ചയായും അത് തികച്ചും അവര് അപ്പോ മറ്റുള്ള ആളുകളെ, അതായത് ഈ ഉപജാപക സംഘത്തിന്റെ അല്ലെങ്കിൽ ഇപ്പോ ഷജറ നേതൃത്വത്തിന്റെ വക്താക്കളായ ആളുകളെ അനുസരിക്കാതെ അവർക്ക് വിധേയപ്പെടാതെ നിൽക്കുന്ന ആളുകളൊക്കെ ഇവർ വഹാബിവൽക്കരിച്ചു. ഞാൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ വ്യക്തികളെ വഹാബിവൽക്കരിച്ചു, സ്ഥാപനങ്ങളെയും വഹാബിവൽക്കരിച്ചു. അതാണ് അതിലൊരു അതിനെ വഹാബിവൽക്കരിച്ച സ്ഥാപനങ്ങളെ നമ്മളൊന്ന് നോക്കുക, ഒന്നെടുത്ത് നോക്കുമ്പോൾ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. വാഫി ഒന്നാമതായിട്ട് വഹാബിവൽക്കരിക്കപ്പെട്ട സ്ഥാപനം, രണ്ടാമത് ദാറുൽ ഹുദയാണ്, ഇപ്പൊ ഏറ്റവും സമീപകാലത്ത് ജാമിയാണ്. ഇതിന് മൂന്നിനും വരുന്ന ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാല് മൂന്നിലും ഹമീദ് വൈസി അമ്പലക്കട ഇനി സത്താർ ബന്ദലൂരിന് കുറച്ചു കാലമായിട്ട് അടുപ്പിക്കാറില്ല. ഇവരെ 3 പേരെയും അടുപ്പിക്കാതെ വന്നപ്പോൾ ഈ 3 സ്ഥാപനങ്ങൾ വഹാബിയായി. അപ്പോ ഈ വഹാബി എന്ന് പറയുന്ന ഈ തീവ്ര തന്നെ എതിർക്കുന്നവരൊക്കെ വഹാബി വൽക്കരിക്കുന്ന ഈ ഒരു പുതിയ കാലത്തെ ഈ പ്രവണതയുടെ പിന്നിലെ തൽപര കക്ഷികൾ ആരാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് എനിക്ക് തോന്നുന്നത് ഇതിനോടൊരു സാമ്യമുണ്ട്. ആരോടെന്ന് ചോദിച്ചാൽ ഈ RSSകാരോട് BJPക്കാരോടൊരു സാമ്യമുണ്ട്. കാരണം എന്താ, അവരോട് ചേരാത്ത ആളുകളെയൊക്കെ അവരെന്ത് ചെയ്യും, മുസ്ലിം തീവ്രവാദികളാക്കും. എത്രയും പെട്ടെന്ന് ചാപ്പടിക്കും. കാരണം അപ്പോ രാജ്യദ്രോഹികളാക്കി, അവേശം കണ്ടാൽ അറിയാം പാകിസ്ഥാനികളാക്കി, ഇതാക്കാൻ എളുപ്പമാണ് ഈ രീതി. അപ്പൊ ആ ഒരു തനി പകർപ്പ് കാണാൻ കഴിയുന്ന ഒരു ഇടമായിട്ട് ഷജറകളുടെ പ്രവർത്തനത്തിലേക്ക് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇവർ കപടരാണ് എന്ന് വ്യക്തമാണ്. കാരണം ഇവർ കാവൽ നിൽക്കുന്ന സംസ്ഥയുടെ പൈതൃകത്തിനാണെങ്കിൽ ആത്യന്തികമായി അവർ വിരൽ ചൂണ്ടി എന്നിരുന്ന റഹ്മത്തുള്ള കാസിമിയെ അവർ ഒരർത്ഥത്തിലും പ്രതിരോധിക്കുകയില്ല, എല്ലാ അർത്ഥത്തിലും പിന്തുണയും. ഞാൻ മനസ്സിലാക്കിയത് SMFന്റെ നേതൃത്വത്തിൽ റഹ്മത്തുള്ള കാസിമിയുടെ ഈ ഇത്തരം ജൽപ്പനങ്ങളും ഇത്തരം വിടുവായുത്തങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയപ്പോൾ ഷജറകൾ കൈയാളുന്ന സുപ്രഭാതത്തിൽ ഒരു മൂലയിലേക്ക് ആ വാർത്ത ചുരുക്കി കെട്ടിയത് സമീപകാലത്തെ ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയകളിൽ. ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞു റഹ്മത്തുള്ള കാസിമി ഇത്രമേൽ അപകടകരമായ പ്രസ്താവനകളും പ്രസംഗങ്ങളും സംഘടനയുടെ SKSSFന്റെ ഔദ്യോഗിക ലേബലുള്ള വേദിയിലിരുന്ന് പ്രസംഗിച്ചിട്ട് കാമാ മിണ്ടിയില്ല. അതിലപ്പുറം മിണ്ടുന്നവരെ SMFന്റെ വാർത്ത സുപ്രഭാതത്തിന്റെ മൂലക്കൊതുക്കി. അതിലപ്പുറം സ്വതന്ത്രമായിട്ട് ആളുകൾ കാസിമിക്കെതിരെ പ്രതികരിക്കാൻ വന്നപ്പോ അവരെ പ്രത്യേകമായ ചാപ്പയടിച്ച്, നേരത്തെ പറഞ്ഞ പോലെ RSS ഏതൊരു രീതിയാണോ അവരുടെ ഫാസിസത്തിന് വേണ്ടി അവർ സ്വീകരിക്കുന്നത് അതേപോലെ സംഘടന ഫാസിസം നടപ്പാക്കുകയാണ്. നളന്തക്കാർ, കുർവാ സംഘം, സുഹാബികൾ, സമസ്ത വിരുദ്ധർ. എന്തിന്റെ പേരിൽ? ഇവരാണ് സമസ്തക്കാർ. എന്തിന്റെ പേരിലായിരുന്നു? ഇവരാണ് സമസ്തക്കാർ. അതാണ് ഇപ്പോ ഹമീദ് ഫൈസി അമ്പലക്കട ഈ സത്തർ ബന്ദലൂരിനെതിരെ അവരുടെ ഈ പുതിയ കാലത്തെ അജണ്ടകളോട് നമ്മൾ തുറന്ന് സംവദിച്ചാൽ അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സമസ്ത വിരുദ്ധരാകും. ഇവർക്ക് ആർക്കാണ് ഈ സമസ്തയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇവരാരെ ഏൽപ്പിച്ചത്? എൻ്റെ സംശയമാണ്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് SKSF പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. അവിടെ ഞാൻ പുറത്താക്കപ്പെട്ട വ്യക്തി എന്നത് എങ്ങനെ പുറത്താക്കപ്പെട്ടു എന്നതിൻ്റെ കാരണം ഹമീദ് വൈസി അമ്പലക്കടയിൽ സത്തർ ബന്ദലൂരിലെ വാഫി വിഷയത്തിൽ അവരുണ്ടാക്കിയ ധ്രുവീകരണങ്ങളും അവർ കെട്ടിപ്പുറപ്പെടുപ്പിക്കുന്ന നുണകളും ശരിയല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് സംസ്ഥാന നേതൃത്വത്തെ ഞാൻ എന്ത് ചെയ്തു, അപലപിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ പുറത്താക്കിയത്. എന്നാൽ സമീപകാലത്ത് നളന്തയിൽ സമ്മേളനം നടത്തിയത് സമസ്തയുടെ അതേ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളാണ്. മറ്റൊരു വിഭാഗം എന്ന് പറയാമെങ്കിലും അത്തരം ആളുകളാണ്. ആ വ്യക്തികളെ എൻ്റെ താഴേക്കോട് ക്ലസ്റ്ററിൻ്റെ അല്ലെങ്കിൽ താഴേക്കോട് സോണിൻ്റെ പ്രസിഡന്റ് നീചമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അപലപിക്കുന്നുണ്ട്. പക്ഷേ ലെറ്റർ പേഡുകൾ വരുന്നില്ല, പ്രശ്നമില്ല. അപ്പൊ ഇവർ കാവൽ നിൽക്കുന്നത് സമസ്തക്കാണോ? അല്ല. എന്നാൽ സമസ്തയുടെ ആദരണീയരായ പ്രസിഡന്റ് സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വാർത്തക്കാരോട് പത്രക്കാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്കിടയിൽ 2 ഗ്രൂപ്പില്ല, രണ്ടും ഞങ്ങളുടെ ഔദ്യോഗിക ഭാഗമാണ്. അപ്പൊ ഇവിടെ സമസ്തയുടെ സയ്യിദുൽ ഉലമയുടെ അനുയായികളാണോ ഇപ്പൊ ഈ ചെയ്യുന്ന ആളുകൾ? ഒരിക്കലും അല്ല. ഇവർ അജണ്ടയുണ്ട്. സയ്യിദുൽ ഉലമയും നാളെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നില്ല എന്നറിഞ്ഞാൽ സയ്യിദുൽ ഉലമയെയും അവരെന്ത് ചെയ്യും,
താറടിക്കുകയും ചാപ്പ് കുത്തുകയും ചെയ്യും. ഞാൻ കൃത്യമായിട്ട് പറയാൻ കഴിയും. ഇപ്പോ ഇവരുടെ ഒരു സംഘടന സെറ്റപ്പിനെ നമ്മൾ അംഗീകരിച്ചാൽ മതിയാവും. കാരണം എന്താ വെച്ചാൽ ഇവർ ഈ വെറുപ്പുൽപാദനം RSS വെറുപ്പുൽപാദിപ്പിക്കുന്നത് പോലെ ഇവർ വെറുപ്പുൽപാദിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ നാട്ടിൽ ഞാനൊരു മദ്രസയിലേക്ക് നിലവിലെ വർക്ക് ചെയ്യുന്നത് പള്ളിക്കുന്ന് മദ്രസയിലാണ്. ആ മദ്രസയിലേക്ക് ഞാൻ എത്തുമ്പോൾ ആ നാട്ടിലെ ഞങ്ങളെ ക്ലസ്റ്ററിന്റെ പ്രസിഡന്റും സെക്രട്ടറി കൂടിയായിട്ടുള്ള എൻ്റെ സുഹൃത്ത് അഭേദ്യമായൊരു ബന്ധം ഉണ്ടായിരുന്നു സംഘടനാ കാലത്ത് ഞങ്ങളുടെ പ്രവർത്തന പ്രതലത്തിൽ. പക്ഷെ ആ സുഹൃത്ത് ഞാൻ അവിടേക്ക് വരുമ്പോൾ ആ സുഹൃത്ത് എന്ത് ചെയ്തു, കമ്മിറ്റിക്കാരോടൊക്കെ പോയിട്ട് കുറച്ച് നുണകളും അവനങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ പഠിപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കമ്മിറ്റിയിൽ ചില ആളുകൾ നമ്മുടെ അടുത്ത ബന്ധമുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞപ്പോൾ ഞാൻ ആ സുഹൃത്തിനെ നേരിട്ട് വിളിച്ചു. സുഹൃത്തെ, എന്താ നിനക്കത്തെ പ്രശ്നം? നമ്മൾ തമ്മിൽ യാതൊരു കുഴപ്പമില്ല, എനിക്കെന്തെങ്കിലും പ്രശ്നമെങ്കിൽ നീ എന്നോട് പറയണ്ടേ എന്ന് പറയുമ്പോൾ ആ സുഹൃത്ത് ഞാനങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, എന്നോട് യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ വാഫി ഏതാണോ പ്രശ്നം? ഞാൻ ചോദിക്കണം, വാഫികൾക്ക് എന്താ പ്രശ്നം? വാഫികളുടെ ഉസ്താദിന് മാർഗവംശം സംഭവിച്ചു എന്ന് നീ വിശ്വസിക്കേണ്ടത് എന്താണ്? നീ ഒരു തെളിവ് പറഞ്ഞാണ്. അപ്പോൾ ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എന്നെ ആക്ഷേപിക്കുന്ന ആ സുഹൃത്ത് പറയാൻ, ഹക്കീം ഉസ്താദിന് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ട് ഞാൻ കരുതണില്ല, പക്ഷെ എൻ്റെ സംഘടന അങ്ങനെ പറഞ്ഞു. ഇവിടെ സംഘടന ഒരു മതമാക്കി വെച്ചു. മനസ്സിലാക്കണേ, ആ സുഹൃത്തിന് അങ്ങനെ ഒരു വിശ്വാസമില്ല. അത് സംഘടനാ നേതാക്കൾ ഇവരെല്ലാം പെരുമ്പുറം മുഴക്കി ഗീർവാണം മുഴക്കി ഇവർ പ്രസംഗിച്ചതൊന്നും ഈ സംഘടനയുടെ പൂർണ്ണ വക്താവായിട്ടുള്ള ഭാരവാഹിത്വമുള്ള ആ ചെറുപ്പക്കാരന് ഇത് മനസ്സിലായിട്ടില്ല. കാരണം അത്രമാത്രം നിഗൂഢമായ നുണകൾ മാത്രമായി അവിടെ പറഞ്ഞിരുന്ന ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള അജണ്ടകളായിരുന്നു. സ്വാഭാവികമായ കുട്ടിക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല, കാരണം അത് സ്വാഭാവികമാണ്. പക്ഷേ ആ ചെറുപ്പക്കാരനെ ഇപ്പോഴും വൈകാരികമായി നിർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സംഘടന പറഞ്ഞില്ലേ എന്നുള്ളതാണ്. എനിക്ക് ഞാൻ സമസ്തയുടെ പ്രവർത്തകനാണ്. സമസ്തക്ക് വേണ്ടി എൻ്റെ പഠനകാലത്ത് എനിക്ക് കിട്ടുമ്പോൾ ഒരു ലീവ് കിട്ടുമ്പോൾ നാട്ടിൽ പോയിട്ട് ഞാൻ സമസ്തയുടെ SKSയുടെ പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്ത് ആ ദിവസത്തേക്ക് പ്ലാൻ ചെയ്ത് പോയിരുന്നൊരു കുട്ടിയാണ്, ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. എൻ്റെ നാട്ടിൽ സഹചാരി സെൻറ്റർ ഉണ്ടാക്കിയത് എൻ്റെ ഒരു റമദാൻ്റെ ലീവാണ്. ഞാനും എൻ്റെ സുഹൃത്തുണ്ട് മുഖ്താർ എന്ന് പറയുന്ന സുഹൃത്തും, ഞങ്ങൾ രണ്ടുപേരും മഹല്ല് തോറും നടന്നിട്ടാണ് അതിൽ ഓരോ സാധനങ്ങൾ വാങ്ങി അവിടെ സഹചാരി സെൻറ്റർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊന്ന് പറഞ്ഞത് നാളെ മറ്റന്നാൾ ഇതിലേക്ക് എനിക്ക് തിരിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആ ഒരു പെരുമ എനിക്ക് വേണമെന്ന അർത്ഥത്തിലല്ല. സംഘടനയോട് എനിക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു. പക്ഷേ അന്ന് ഞാൻ കണ്ടിരുന്നത് സംഘടന എനിക്ക് മതസംഘടനയാണ്, മതമല്ല. എന്നാൽ ഈ ഒരു അർത്ഥത്തിലേക്ക് ഷജറീസം പലരെയും പാകപ്പെടുത്തുകയും ചില അജണ്ടകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഷജറീസം വല്ലാത്തൊരു അപകടകരമായ രീതിയിൽ സമൂഹത്തിൽ വരുന്നു, ചില താല്പര്യങ്ങളോടുകൂടി വരികയാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള പ്രതിഷേധ മഹാസംഗമത്തിലേക്കൊന്ന് വിശകലനം നടത്താം. എന്താ നിങ്ങളുടെ അഭിപ്രായം ആ ഒരു സംഗമം? ആ പ്രതിഷേധത്തിലേക്ക് ഞാൻ വരാം. നിങ്ങൾ ഈ അനുഭവങ്ങൾ പറഞ്ഞപ്പോ എന്റെ മനസ്സിനും ചിലത് ഇങ്ങനെ തികട്ടി വരിക. ഈ മതസംഘടനയെ ഇവർ കൊണ്ടുപോയി സംഘടനാ മതമാക്കി. അതായത് അവര് പറയുന്ന തിന്മകളെ, അവര് പറയുന്ന കളവുകളെ, അതിനെ ഏറ്റവും വലിയ പരിശുദ്ധമായ കളവുകളാക്കി അവർ ജനങ്ങൾക്കിടയിൽ നിഷ്കളങ്കരുടെ കൽബിലേക്ക് ഇട്ടുകൊടുത്തു. നമ്മുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിഷ്കളങ്കരുണ്ടാവും, അവരോടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെയും എൻ്റെയൊക്കെ അനുഭവം കേട്ടിട്ട് ഷജറകൾ കണ്ണു തുറക്കും എന്നൊരു അതിമോഹമൊന്നുമില്ല, സുമ്മും ബുക്കുമും ഒമ്മിയും ഒക്കെ സീല് വെക്കപ്പെട്ടു. പക്ഷെ നിഷ്കളങ്കരായ ആളുകൾ, ഇവരാണ് ആദർശത്തിന്റെ യഥാർത്ഥ ആൾരൂപങ്ങൾ. സമസ്തയുടെ പാരമ്പര്യ പൈതൃകം സംരക്ഷിക്കുന്നവർ ഇവരാണ്, ഷജറകളാണ്. അവർ ഒരു സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാർക്കും വിധേയപ്പെടാതെ, ആരുടെയും അമ്മിക്കടിയിൽ വാല് പണയം വെക്കാതെ സധൈര്യം എന്താണോ അഹ്ലുസുന്നത്തി വൽ ജമാ അത് പറയുന്നവർ ഇവരാണ് എന്ന് പാവപ്പെട്ട ധാരാളം ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. ആ തെറ്റിദ്ധരിച്ചവരൊരു കൂട്ടം തന്നെയാണ് നമ്മൾ പെരിന്തൽമണ്ണയിൽ കണ്ടത്. വീണ്ടും ഞാൻ അതിലേക്ക് വരാം. ഈ ഷജറകൾ കാവൽ നിൽക്കുന്നത് സമസ്തക്കോ സത്യത്തിനോ അല്ല എന്ന് നമ്മുടെ കുറച്ചു മുമ്പുള്ള സംസാരങ്ങൾ തുടക്കത്തിൽ നിന്ന് കേട്ടു വന്നവർക്ക് മനസ്സിലാവും. റഹ്മത്തുള്ള കാസിമിയുടെ വിഷയത്തിൽ ഇവർ മൗനികളായിരുന്നു. ഇവർ കൃത്യമായും കാപഢ്യത്തിന്റെ ആളുകളാണ്. ആദർശം അമാനത്താണ് എന്ന് ഫ്ലക്സിൽ നല്ല ഫോണ്ടിൽ എഴുതി വെക്കുമ്പോഴും ആദർശത്തിൽ ഖിയാനത്ത് നടത്തുന്നവർ തന്നെയാണ് ഇവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അവർ സമസ്തക്കോ ആദർശത്തിനോ അല്ല കാവൽ നിൽക്കുന്നത്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അവരുടെ ഇഷ്ടങ്ങൾക്കും വേണ്ടി മാത്രം പണിയെടുക്കുന്നവരാണ് എന്നതിന്റെ ഏറ്റവും വലിയ ബോധ്യമാണ് നിങ്ങൾ പറഞ്ഞ അനുഭവം. കാരണം അദ്ദേഹത്തിന് കാര്യം എന്താണെന്നറിയില്ല. ഹക്കീം ഫൈസി എന്ന വ്യക്തിയിൽ ആദർശ വ്യതിയാനം ആരോപിച്ചു, അതിലെ വസ്തുതകളൊന്നും അറിയില്ല. എന്റെ സംഘടന പറഞ്ഞു, ഞാൻ പറഞ്ഞ വ്യക്തി പണ്ഡിതനാണ്, സാധാരണക്കാരനല്ല, ഒരു ഫൈസി ബിരുദധാരിയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഫൈസി ബിരുദധാരിക്ക് പോലും സംഘടന ആരോപിക്കപ്പെടുന്ന മാർഗഭ്രംശം എന്തെന്ന് മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിന് മനസാക്ഷി പോലും സമ്മതിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം നിങ്ങൾ പറഞ്ഞ സംഘടനാ മതത്തിന് വേണ്ടിയിട്ട് സമീന വാത്തായന നിങ്ങൾ പറഞ്ഞു
നമ്മളത് അനുസരിച്ചു എന്നുള്ള തരത്തിലേക്ക് അടിമപ്പെട്ടു പോവുകയാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയത്തിലേക്ക് വരുന്നത്. ഈ ഷജറകൾ കാവൽ നിൽക്കുന്നത് സത്യത്തിനും നീതിക്കും ആദർശത്തിനും അല്ല, അവർ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ്. ഇപ്പൊ പെരിന്തൽമണ്ണയിൽ നടന്നിട്ടുള്ള ഈ പ്രതിഷേധ സംഗമത്തിൽ നമ്മൾ നോക്കുമ്പോൾ നോക്കിയൊക്കെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് അസ്കർ അലി ഫൈസി ഉസ്താദിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു എന്ന്? ഒരിക്കലും. ഒരുപാട് സങ്കടം ഉണ്ട് എനിക്ക്. കാരണം എന്റെ അഭിവന്ദ്യനായ ഉസ്താദാണ് അസ്കർ അലി ഫൈസി. എന്റെ മാത്രമല്ല, ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ട് ബാക്കിയുള്ളവർ തെറ്റിദ്ധരിക്കേണ്ട. ഫൈസികൾക്ക് പ്രിയപ്പെട്ട ഉസ്താദ്, ഓരോ ഉസ്താദ്മാരും നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. അപ്പൊ ശരിക്ക് ഞങ്ങളുടെ ഉസ്താദിനെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കുക, എടുക്കുക എന്നൊക്കെ ഉള്ളത് അസ്കർ അലി ഉസ്താദിൽ മാത്രം കണ്ടൊരു പ്രതിഭാസമൊന്നുമല്ല, അല്ലെങ്കിൽ ജാമ്യയിൽ മാത്രം കാണുന്ന എന്തോ ഒരു അത്ഭുത പ്രതിഭാസമൊന്നുമല്ല. ഇതൊക്കെ സ്ഥിരം മുതൽ തുടങ്ങുന്ന ഒരു ആദ്യമായി പുറത്താക്കപ്പെടുന്ന മുഷാവറ അംഗം അസ്കർ അലി ഫൈസി തോന്നിപ്പോവും. അല്ലല്ലോ. എന്നാൽ കഴിഞ്ഞ സമയത്തൊക്കെ പ്രതിഷേധങ്ങൾ വന്നിട്ടുണ്ടോ? ഇല്ല. ഇനി ആ പ്രതിഷേധത്തിന്റെ കഥ എടുത്തു പ്രതിഷേധങ്ങൾ ആ പ്രഭാഷണങ്ങളിൽ എത്രമാത്രം അസ്കർ അലി ഉസ്താദിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്, ആ വിഷയവുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ പ്രതിഷേധം എന്ന് പറയുമ്പോൾ ഞാനൊരു വാഫിയിൽ അർത്ഥത്തിൽ ഓർക്കുകയാണ്. വാഫികളെ മർക്കസിൽ നിന്ന് പുറത്താക്കാനുള്ള ഗൂഢശ്രമം നടന്ന സന്ദർഭത്തിൽ വാഫികൾക്ക് അവകാശത്തെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള വഫികളും അവര് ആ നടപടിയെടുത്ത ഉസ്താദന്മാരെ മുൻനിർത്തിയിട്ട് അവരെ കിട്ടിയ അവസരത്തിൽ അവരോട് ചോദിച്ചു, ഉസ്താദെ ഞങ്ങളെ തടയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കത് അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് കൃത്യമായ രീതിയിൽ അവകാശത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ ഇവർ വലിയ അധപകേടിന്റെ പ്രതീകങ്ങളാക്കി അല്ലെങ്കിൽ അധപകേടിന്റെ പരിവേഷം കൊടുത്ത സമൂഹത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ പ്രോപ്പഗണ്ട എന്ന അർത്ഥത്തിൽ പ്രചരിപ്പിച്ചു. എന്നാൽ അതേ പണ്ഡിതന്മാർക്കു നേരെ പെരിന്തൽമണ്ണയിൽ നാടുനീളെ എല്ലായിടത്തുനിന്നും ബസ് ചാർട്ട് ചെയ്ത് വലിയ ഗൂഢശ്രമത്തോടു കൂടി അവർ സമരം നടത്തുമ്പോൾ അത് പുണ്യസമരവും അത് അദബിന്റെ പരിധിക്കുള്ളിൽ വരുന്ന സമരവുമായി മാറുന്ന വിചിത്രമായ ഒരു നടപടിയെ എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന്റെ വ്യത്യാസം, അന്തരം എങ്ങനെയാണെന്നുള്ളത് കാരണം നമ്മുടെ നട്ടുച്ചയിൽ അവരുടെ കാവട്യം പകൽ വെളിച്ചം പോലെ വ്യക്തമാകുകയാണ്. കാരണം ഒരു വിഭാഗം എന്നിട്ട് വളാഞ്ചേരി മർക്കസിൽ അവസാനം എന്ത് സംഭവിച്ചു? ആ കുട്ടികൾക്ക് അനുകൂലമായിട്ടാണ് കോടതി വിധിച്ചത്. കോടതി വാഫികളല്ല നടത്തുന്നത്, മനസ്സിലാകണോ? കോടതി, രാജ്യത്തിന്റെ കോടതി വിധി കൊടുത്തത് ആ കുട്ടികൾക്ക് അവിടെ പഠിക്കാൻ അവകാശമുണ്ട്, അവരെ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളത് അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് തിരിച്ചു കയറാനുള്ള അവസരം കൊടുത്തു. അതെ. അപ്പോ കുട്ടികൾക്ക് അവകാശമുള്ളതിനെ നീതിയുക്തമായി കുട്ടികൾ അവകാശത്തെ മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചപ്പോൾ അത് അധപകേടിന്റെ ഏറ്റവും വലിയ പാരമത്യത്തിൽ അവതരിപ്പിച്ച അതേ ആളുകൾ ഇന്ന് ജാമ്യയുടെ അകത്തല്ല, ജാമ്യയുടെ പുറത്തുനിന്ന് ജാമ്യക്ക് നേരെ അമ്പെയ്യുമ്പോൾ അത് അദബിന്റെ ഉള്ളിൽ പെടുന്നതിന്റെ വിചിത്രമായ ആ ഒരു കണക്ഷൻ എനിക്ക് മനസ്സിലാണില്ല. ഒന്ന് അദബ് ഒന്ന് അദബിന്റെ ഉള്ളിൽ പെടുന്ന ഏറ്റവും വലിയ അദബിന്റെ മൂർത്തിഭാവവും എനിക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു കണക്ഷൻ കിട്ടുന്നില്ല. ഇവരുടെ കാവട്യം വലിയ അത്ഭുതമാണ്. ചില നേരങ്ങളിൽ വളരെ രസാവഹമായി തോന്നി ഇവരുടെ കാവട്യം. നിങ്ങളെ അനുഭവം പറഞ്ഞപ്പോൾ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴാണ് സംഘടനാ വിരുദ്ധനായത്, എന്നു മുതലാണ് സമസ്ത വിരോധിയായത്. എൻ്റെ ജീവിതം പറയലല്ല ഇതിന്റെ ലക്ഷ്യമെങ്കിലും എൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളെ പറയുന്നതല്ല. പക്ഷെ അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരു. നമ്മളൊക്കെ വളർന്നു വന്നത് ഇവരുടെ ആദ്യത്തെ പ്രത്യയശാസ്ത്രത്തിലൂടെയാണ്, കാന്തപുരം വിഭാഗത്തിലൂടെ. അവരെ കണ്ട് വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അതിൽ നിന്ന് സമസ്തയാണ് ഹക്ക് എന്ന് ചരിത്രങ്ങൾ വെച്ച് പഠിച്ച് കൃത്യമായി മനസ്സിലാക്കി ചെറിയ പ്രായത്തിലെ പരിശുദ്ധ സമസ്ത, പുണ്യ സമസ്ത, അങ്ങനെ തന്നെ ഞാൻ ഇന്നും പറയുന്നു, ആ സമസ്തയിലേക്ക് വരാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. സമസ്തയെ നിലനിർത്താനുള്ള പോരാട്ട എന്ന് മുതലാണ് ഞാൻ ഈ സമസ്ത വിരുദ്ധനായത്. അത് ഇവര് പറയുന്ന ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്, അവരുടെ ചില ഇഷ്ടങ്ങൾക്ക് ഞാൻ എതിരായി എന്നതിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞ അതേ വാഫി വിഷയം എല്ലാ കോളേജിലും കത്തി നിൽക്കുന്നുണ്ട്. അദബിന്റെ ക്ലാസ്സുകൾ ഇങ്ങനെ ധാരധാരയായി അനർഘം നിർഗളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജാമ്യയിലെ ക്ലാസ് മുറിയിലും എല്ലാ ഉസ്താദുമാരും ക്ലാസ് എടുക്കും, എല്ലാവരോടും എഴുതി ചോദിക്കുന്ന ഒരു ശീലമുണ്ട്. ആ ജാമ്യയിൽ പഠിച്ച ഫൈസിമാർക്കൊക്കെ അറിയാം. പേരുണ്ടാവില്ല, അഡ്രസ്സ് ഉണ്ടാവില്ല, പേപ്പറിൽ നമ്മൾ ഓരോ സംശയം എഴുതി ഉസ്താദുമാരോട് ചോദിക്കും, ഉസ്താദുമാർ അത് വായിക്കും, കൃത്യമായി മറുപടി വരും. ഈ ഒരു വിഷയം നടന്ന സമയം, കാരണം ഇത് ആളുകൾ മനസ്സിലാക്കണം, പല ഞാൻ പറഞ്ഞ പോലെ നിഷ്കളങ്കരായ ആളുകൾ, എനിക്ക് ലെറ്റർ പേഡ് ഇറക്കിയവരൊക്കെ തിരുത്തുമെന്ന് കരുതിയിട്ടല്ല, നിഷ്കളങ്കരായ ആളുകൾ കരുതുന്നില്ല. എന്റെ നാട്ടിലെ SKSO താഴെക്കൂടെ SKSO എന്നെ തിരിച്ചു വിളിക്കണല്ലോ, ഒരു മനസ്സിന്റെ അകത്തലത്തിൽ ഒരു ചെറിയ താല്പര്യം പോലും എനിക്ക്. ഈ കാപട്യമുള്ള ആളുകൾ നമ്മളെ കുറിച്ച് നല്ല വാക്ക് പോലും പറയരുതേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതെ, അവര് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പറയുന്നത്. അവർ കാരണം സത്യത്തെ അറിഞ്ഞുകൊണ്ടും അസത്യത്തിന്റെ കൂടെ കൂട്ടു നിൽക്കുന്നവരാണ്. പക്ഷെ നിഷ്കളങ്കരായ ആളുകൾ, ശംസുലുലമയെ കണ്ട് സമസ്തയായവരും കണ്ണിയത്ത് ഉസ്താദിനെ സ്നേഹിക്കുന്നവരും, ഇവരൊക്കെ സമസ്തക്കെതിരെ പണിയെടുക്കുന്നവരാണല്ലോ, സമസ്ത വിരുദ്ധരാണല്ലോ, ഇവരെങ്ങനെ ഒരു സ്റ്റേജിലേക്ക് വിളിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന നിഷ്കളങ്കരുടെ മനസ്സുറക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഈ വാഫി വിവാദം കത്തി നീക്കുമ്പോൾ അവിടെ ബഹുമാനപ്പെട്ട MT ഉസ്താനി, ഷെയ്ഖുൽ ജാമി ഒക്കെ വളാഞ്ചേരി മർക്കസിൽ തടഞ്ഞു, അവർ അദബ് കേട് കാണിച്ചു എന്നുള്ള പ്രചരണം വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വരുന്ന ജാമ്യയിൽ കിതാബ് ഓതി തരുന്ന ഉസ്താദുമാരോടും ഇത് എഴുതി ചോദിക്കൽ തുടങ്ങി കുട്ടികൾ. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഹൈത്തമി ഉസ്താദിൻ്റെ ക്ലാസ്സിൽ കുട്ടികൾ എഴുതി ചോദിച്ചു,
പല കാര്യങ്ങളിലും പ്രതികരിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഉസ്താദ് ഈ വാഫികൾ കാണിച്ച അദബ് കേടിനെതിരെ പ്രതികരിച്ചില്ല? ഉസ്താദിനെ പോലുള്ളവർ കൃത്യമായ നിലപാടിൽ പാരമ്പര്യ പൈതൃകത്തിൽ നിലകൊള്ളുന്നവരായതുകൊണ്ട് അതിന് വളരെ കൃത്യമായി പ്രതികരിച്ചു. ആരെയും ആക്ഷേപിക്കാതെ, വ്യക്തിഹത്യ നടത്താതെ ചരിത്രം കൃത്യമായി കുട്ടികളോട് പറഞ്ഞു കൊടുത്തു. എന്തുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കുന്നില്ല? അത് അദബ് കേടല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇന്ന് അദബ് എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞു വരുന്ന കാപഡ്യം ഉണ്ടല്ലോ, ആ കാപഡ്യം കൃത്യമായി ഉസ്താദ് കിതാബ് തുറന്നു വെച്ച് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇവരുടെ കാപഡ്യം എന്താണ്? ഒരു കാലത്ത് ഈ പറയപ്പെട്ട ഇന്ന് എം ടി ഉസ്താദിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നവരുണ്ടല്ലോ, എം ടി ഉസ്താദിനെ തടഞ്ഞു, മഹാപാതകമായി പോയി, ഷെയ്ഖുൽ ജാമിയെ തടഞ്ഞു എന്ന് പറയുന്നവർ. ഇവരൊരു കാലത്ത് ഷെയ്ഖുൽ ജാമിയ, ഇതിൽപ്പെട്ട പല ആളും ഇന്ന് നേതൃസ്ഥാനത്തിരിക്കുന്ന പലരും ഇതേ ഷെയ്ഖുൽ ജാമിയെ വിളിച്ചിട്ട് പല്ലടിച്ചു കൊഴിക്കും എന്ന അദബ് കേടിന്റെ വർത്താനം പറഞ്ഞ ആളുകൾ. എം ടി ഉസ്താദിനെ വെടിവെച്ച് കൊല്ലണം, ആളെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോ ഇത് ഹൈത്തമി ഉസ്താദ് വളരെ കൃത്യമായി പറഞ്ഞു, ഇന്ന ആളാണ് എന്ന് പേര് പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല ഉസ്താദ്, ആളെ പേര് പറഞ്ഞിട്ടില്ല. കുട്ടികൾ അന്വേഷണം തുടങ്ങി. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ കൃത്യമായി നിഷ്പക്ഷമായി പറയാലോ, ആളറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഏതാളാണ് ഇത്രമേൽ അദബ് കേട് കാണിച്ചിട്ട് ഇന്ന് അദബിന് വേണ്ടി ക്ലാസ് എടുക്കുന്ന ആള് എന്ന് അറിയാനുള്ള ഒരു ത്വര മനസ്സിലുണ്ട്. എപ്പോഴും യഥാർത്ഥത്തില് അവിടെയാണ് നമ്മളൊരു വിഷയം കാണേണ്ടത്. ജാമിയയിലെ ഉസ്താദുമാർക്കു നേരെ ഇവർ തിരിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത് എപ്പോഴാന്ന് ചോദിച്ചാൽ, ജാമിയയിലെ ഉസ്താദുമാർ ഇവരുടെ അജണ്ടകൾക്കനുസരിച്ച് വിധേയപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സത്താർ പന്തല്ലൂരിനെയോ ഹമീദ് വൈസി അമ്പലക്കടവിനെയോ എതിർത്ത് കഴിഞ്ഞാൽ ഇവർ പിന്നെ സമസ്തക്കാരല്ല. സർട്ടിഫിക്കറ്റ്, സമസ്ത വിരുദ്ധതയുടെ സർട്ടിഫിക്കറ്റ് നോക്കണേ. പാണക്കാട് ഒരു തങ്ങളെ സാക്ഷ്യപ്പെടുത്തി വെല്ലുവിളിച്ചിട്ടുണ്ട്, ആദരണീയരായ എം ടി ഉസ്താദിനെ വെടിവെച്ചു കൊല്ലും എന്ന് സത്താർ പന്തല്ലൂർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ പാണക്കാട്ടെ ഈ തങ്ങളുടെ, ഞാൻ ഇത് പൂർത്തീകരിച്ചത്, പാണക്കാട്ടെ തങ്ങളുടെ ഈ കത്ത് വരുന്നതും ആകെ വിവാദമാവുന്നതും. സത്യം പറഞ്ഞാൽ വളരെ നിഷ്പക്ഷമായി പടച്ചറബിനെ സാക്ഷി നിർത്തി പറഞ്ഞാൽ ഏറെ ഇഷ്ടപ്പെടുന്ന, അന്നത്തെ ആ സമയം വരെ ഈ വിവാദം കത്തി നിൽക്കുമ്പോഴും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായിരുന്നു സത്താർ പന്തല്ലൂർ എന്ന വ്യക്തി. എത്രത്തോളം എന്ന് വെച്ചാൽ എന്റെ ഇത് വെറുതെ പറയണല്ല, ഫേസ്ബുക്ക് എടുത്ത് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയാൽ സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ പഴയതൊന്നും ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല, അറിയില്ല, ഒന്നും ഡിലീറ്റ് ആക്കിയിട്ടില്ല. എടുത്തു പോയാൽ അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്നതും ഒരുപാട് അദ്ദേഹത്തിന് വെല്ലുവിളി വന്നൊരു സമയം ഉണ്ടായിരുന്നു. SDPIക്കാരുടെ ഒരു വധഭീഷണിയൊക്കെ വന്ന അതിന്റെ മെറിറ്റിലേക്കല്ല ഞാൻ പോണത്. ആ സമയത്ത് അദ്ദേഹത്തിന് കൃത്യമായി എൻ്റെ നേതാവ് എന്നുള്ള ആത്മാർത്ഥതയിൽ സംരക്ഷണം കൊടുത്ത്, അങ്ങനെയൊന്നും ഒരുത്തരും വളർന്നിട്ടില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ട് ഇപ്പോഴും ഉണ്ട് ഫേസ്ബുക്കിൽ. ആ സമയത്താണ് ഈ ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. ആകെ എന്താ അതിനൊരു എന്ത് വാക്കാ പറയാ, നിർവികാരമായി എന്ന് പറയുന്ന ഒരവസ്ഥയല്ലേ. അത് ഉമ്മി മൂസ ഫാരിക, മൂസ നബിയുടെ ഉമ്മ ആ പെട്ടി ഒഴുക്കിയ സംഭവം ഖുർആൻ പറയുന്നുണ്ട്. ഒരു വികാരമില്ല. ഇദ്ദേഹമാണോ ഞാൻ ഇത്രയും നെഞ്ചിലേറ്റിയ ഈ മനുഷ്യനാണോ അങ്ങനെ ചെയ്തത്? പക്ഷെ എനിക്ക് വിശ്വാസം വന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ആളെ ഒന്ന് കിട്ടണം എന്നുള്ള തരത്തിൽ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഞാൻ ഫേസ്ബുക്കിൽ കൃത്യമായ ഒരു പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരുപാട് സമ്മർദ്ദങ്ങൾ വന്നിട്ടും ഇന്നും എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് നിഷ്കളങ്കർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഈ സമയം കേൾക്കുമ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് ആ പോസ്റ്റുകൾ വായിക്കണം. അതിൽ കൃത്യമായി പറഞ്ഞത് എന്താണ്, നിങ്ങളാന്ന് സ്വപ്നത്തിൽ പോലും വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ഉസ്താദ് ക്ലാസ്സിൽ സബക്ക് കിതാബ് തുറന്നു വെച്ചിട്ട് ആ സബക്കിൽ പറഞ്ഞ കാര്യം കളവാന്ന് വിശ്വസിക്കാൻ എന്നെ കിട്ടൂല. ഇത് പേര് പറയാതെയാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. ഇത്രമേൽ സമസ്തയുടെ ആലിമീങ്ങളോട് അദബ് കേട് കാണിച്ചവർ ഇന്ന് അദബിന്റെ ക്ലാസ് എടുക്കുന്നു. ഈ അദബ് കേട് കാണിച്ചവർ ആര് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. സത്താർക്കയാണെന്ന് ഞാൻ ആരോപിക്കുന്നില്ല, പക്ഷേ സത്താർക്ക മുമ്പിൽ ഉണ്ടാകണം. കാരണം പലരും ആരോപിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ മുമ്പിൽ നിന്ന് ഈ വ്യക്തി ആരാണ് എന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണമെന്ന് ഒരു നിഷ്പക്ഷമായ എൻ്റെ കൃത്യമായ ഒരു ആവശ്യം പങ്കുവെച്ചപ്പോ പിന്നെ നിർത്താൻ പറ്റാത്ത വിളികൾ അതോടുകൂടെ ഒക്കെ പുറത്തായി. പിന്നെ ഏറ്റവും വലിയ സമസ്ത വിരുദ്ധൻ. അതോടെയാണ് ഇവിടെ അവസാനിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രണ്ടു പേരാണ് ഛത്രാപതികൾ, ഈ രണ്ടു പേരാണ് ഇതിന്റെ കാതൽ, ഇവരാണ് ഇതിന്റെ പിന്നിലെ അടിസ്ഥാന പ്രശ്നക്കാർ. ഇവരാണ് ഈ കാണുന്ന ഷജറൈസത്തിന്റെ ഉപജ്ഞാതാക്കൾ. കാരണം ഇവർ രണ്ടുപേരെ ആര് എതിർക്കുന്നുവോ അവർ സമസ്ത വിരുദ്ധരാകുന്നു. സ്ഥാപനമായാലും അത് സ്ഥാപനമായാലും എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടത്. കാരണം ഇപ്പോൾ വഹാബിവൽകൃതമാക്കപ്പെട്ട അല്ലെങ്കിൽ വഹാബിവൽക്കരിക്കപ്പെട്ട 3 സ്ഥാപനങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് CIC വാഫി സംവിധാനം, ഒന്ന് ദാറുൽ ഹുദ ഹുദവി സംവിധാനം, ഒന്ന് ജാമിയ നൂരിയ. ഈ 3നും എന്തുകൊണ്ട് വഹാബിവൽക്കരിക്കപ്പെട്ടു എന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ 3ലും സംഭവിച്ച ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. അതെന്ത് എന്ന് ചോദിച്ചാൽ, 3ലും ഹമീദ് വൈസിയെയും സത്താർ പന്തല്ലൂരിനെയും കുറച്ച് കാലങ്ങളായിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നു. ഇവരെ മാറ്റി നിർത്തത് മൂലം ഇവരുണ്ടാക്കുന്ന അജണ്ടകളും ഇവരുടെ ഉപജാപക വിഭാഗവും ഈ 3 സ്ഥാപനങ്ങളെ വഹാബിവൽക്കരിച്ചു.
യഥാർത്ഥത്തിൽ ഇവിടെ RSS അംഗീകരിക്കാത്തവർ മുഴുവനും മുസ്ലിം തീവ്രവാദികളാണ്, തീവ്രവാദ പക്ഷക്കാരാണ് എന്ന് RSS ജൽപ്പന നടത്തുന്നത് പോലെ തന്നെയാണ് ഇതിന്റെയും രൂപം. ഈ രണ്ട് ആളുകളെ, അല്ലെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടി വിപുലമാണ്, പക്ഷേ ഇതിൽ മുന്നിൽ നിൽക്കുന്ന രണ്ടാളുകളെ നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഈ രണ്ടാളുകളെ ആര് മാറ്റി നിർത്തുന്നു? അവർ പിന്നീട് വഹാബികളാണ്, അല്ലെങ്കിൽ അവർ പിന്നീട് സമസ്ത വിരുദ്ധരാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പണ്ഡിതന്മാരെ പോലും ഹൈജാക്ക് ചെയ്യുന്ന രീതിയിൽ, പണ്ഡിതന്മാർക്കും മീതെ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ, പണ്ഡിതന്മാരെ കളങ്കിതരാക്കുന്നതിലൊക്കെ ഇവിടെ പങ്കുണ്ട്. ഞാൻ വാഫി വിഷയത്തിന്റെ ഒരു തുടക്കം മുഖ്യമായ അതൊരു സത്യമാണ്. കാരണം വാഫി സംവിധാനത്തിന് നേരെ പ്രശ്നം വരുമ്പോൾ സമസ്തയുടെ ലെറ്റർ പേഡിലല്ല വരുന്നത്, 3 ആളുകളുടെ പേരിലാണ് വരുന്നത്. അതിൽ 2 ഇവർ തന്നെയാണ്. അപ്പോൾ അതിനുശേഷമാണ് ലെറ്റർ പേഡിൽ വരുന്നത്. ഇത് സമസ്ത ഔദ്യോഗികമായിട്ട് പറഞ്ഞതല്ലല്ലോ, അങ്ങനെ എങ്ങനെയെന്ന് വന്നപ്പോഴാണ് പിറ്റേ ദിവസം ലെറ്റർ പേഡിൽ പ്രത്യക്ഷപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അതിൽ ആലിക്കുട്ടി ഉസ്താദിനെ വഞ്ചിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. പിന്നെ സമസ്തയുടെ അഭിമാനത്തിനും സമസ്തയുടെ പവിത്രതക്കും കളങ്കപ്പെടാതിരിക്കാൻ വേണ്ടി ആലിക്കുട്ടി ഉസ്താദ് ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് കൃത്യമായി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇതിലെ ഒരു സാങ്കത്യം അല്ലെങ്കിൽ ഒരു പ്രശ്നം നോക്കണം. ഒരു സംഘടന സംവിധാനത്തിനെ പിണറായി വിജയൻ നാളെ കേരളത്തിന്റെ ഒരു വിജ്ഞാപനം പുറത്തിറക്കുന്നതിന് മുമ്പ് അത് AR റഹീമിന്റെയും അല്ലെങ്കിൽ ജെയ്സി തോമസിന്റെയും ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അതിനെന്ത് നിലവാരമുള്ളത്? ആദ്യം അവിടെയാണോ വരിക? അല്ല, ഒരു പ്രോട്ടോകോൾ, ഒരു രീതിയുണ്ട്. അപ്പൊ അതിനർത്ഥം ജെയ്സി തോമസും AR റഹീമും വിജ്ഞാപനം ഇറക്കുന്നതിന് മുമ്പ് അത് അവരറിയുന്നു, അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്കിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? ഇവരാണ് അജണ്ടകൾ നിശ്ചയിക്കുന്നത് എന്നാണല്ലോ, ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ്. ഇനി ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഏറ്റവും ഒടുവിൽ മുഷാവറയിൽ തർക്കം ഉണ്ടായി, സോഷ്യൽ മീഡിയയും ചാനലുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ എന്ത് പറഞ്ഞു? ലെറ്റർ പേഡ് ഇറങ്ങിയിട്ട് പറഞ്ഞു ഒരു പ്രശ്നമല്ല, ഇതെല്ലാം വ്യാജ വാർത്തകളാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 മുഷാവറ അംഗങ്ങൾ പുറത്തു വന്നിട്ട് പറഞ്ഞു ഇതൊക്കെ ഉള്ളതാണ്. അപ്പൊ ലെറ്റർ പേഡുകൾ ചില ആളുകൾ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നു എന്നത് ഒരു സത്യമാണ്. ഇവിടെ അതായത് മുഷാവറയുടെ താല്പര്യങ്ങൾക്കും അത്യുന്നതരായ നേതൃത്വത്തിന്റെയും താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ചില വിഭാഗം അതിന്റെ നേതൃത്വത്തിലേക്ക് ഈ 2 ആളുകൾ എത്തിയിട്ടുണ്ട്. അവരുണ്ടാക്കുന്ന ധ്രുവീകരണമാണ്, അവരുടെ താല്പര്യമാണ്, അവരുടെ അജണ്ടയാണ്. ആ അജണ്ടകൾക്ക് വിധേയപ്പെടുന്നില്ല എങ്കിൽ അവരെ വഹാബിവൽക്കരിക്കുകയും അവരെ തീവ്രവൽക്കരിക്കുകയും ഏതെല്ലാം അർത്ഥത്തിൽ നികൃഷ്ടമായി RSS ഈ രാജ്യത്തെ മുസ്ലിം തൽപരരായ അല്ലെങ്കിൽ മുസ്ലിം മതേതര ചേരിയിലുള്ള ആളുകളെ മുഴുവനും വർഗീയവൽക്കരിക്കാൻ എന്തെല്ലാം രീതിയിലുള്ള അവർക്ക് സാധ്യമാകുന്ന ഏറ്റവും നികൃഷ്ടമായ ഉറപ്പുൽപാദനത്തിന്റെ ഭാഷ്യം ഉപയോഗിക്കുന്നുണ്ടോ അതേ രീതിയിൽ അതിനും ഭീകരമായി, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ KM ഷാജി പറയണ്ടല്ലോ, ഞാൻ കേട്ട തെറികളിലെ ഏറ്റവും നികൃഷ്ടമായ തെറികൾ ഷജറകളുടെ തെറികളാണെന്ന് പറയുമ്പോൾ അതൊരു സത്യമാണ്. കാരണം എന്താ, ഇത്രമാത്രം ഭീകരമായ രീതിയിൽ ഉറപ്പുൽപാദിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പുണ്യമായ സമസ്തയെ മറപിടിച്ചുകൊണ്ടാണ്. അതെ. അപ്പോ ഇവരുണ്ടാക്കുന്ന ഈ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ ഈ പറഞ്ഞല്ലോ 3 സ്ഥാപനങ്ങളെ വഹാബിവൽക്കരിച്ചെങ്കിൽ 3 സ്ഥാപനങ്ങളും സമീപകാലത്ത് ഈ 2 ആളുകളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ്. ഇനി വ്യക്തികളെ നോക്കുക. റഹ്മത്തുള്ള കാസിമി എന്തുകൊണ്ട് വഹാബി ആയില്ല? അല്ലെങ്കിൽ റഹ്മത്തുള്ള കാസിമി എന്തുകൊണ്ട് സമസ്ത വിരുദ്ധനായിട്ട് ഇന്ന് വരെ ഹമീദ് വൈസി അമ്പലക്കാടിന്റെ ഒരു പ്രസംഗം ഉണ്ടോ? വേണ്ട സത്തർ ബന്ധുവിന്റെ ഒരു പ്രസംഗം ഉണ്ടോ? എത്രമാത്രം സമസ്തയുടെ ആശയത്തെയും ആദർശത്തെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ വേദിയിൽ പോയി പ്രസംഗിച്ചു കൊടുക്കുകയാണ്. ജൽപ്പനങ്ങൾ നടത്തി സമസ്തയെ ആക്രമിച്ച ആ വ്യക്തിക്ക് നേരെ ഒരു വാക്ക് കമ എന്ന അക്ഷരം ഉണ്ടാത്തത് എന്തുകൊണ്ടാണ്? അവർ ആരോട് താതാത്മ്യപ്പെട്ടു നിൽക്കുന്നു? അമ്പലക്കാട് ഹമീദ് ഫേസിയോടും അതുപോലെ സത്താർ ബന്ധുവിനോടും താതാത്മ്യപ്പെട്ടു നിൽക്കുന്നതുകൊണ്ട് കാസിമി ഈ ആക്രമണങ്ങൾക്ക് വിധേയമായില്ല. തെളിയേണ്ടത് അവിടെയാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, റഹ്മത്തുള്ള കാസിമി എത്രമാത്രം വലിയ ജൽപ്പനങ്ങൾ പറഞ്ഞു? ഓരോന്നൊന്ന് ഓർത്ത് നോക്കിയേ, എത്ര വലിയ ജൽപ്പനങ്ങളാണ് അവർ പറഞ്ഞത്. സമസ്തയിൽ സുജാമുകളുണ്ട്, സമസ്തയിൽ നേതൃത്വം അടുത്തത് റബ്ബർ സ്റ്റാമ്പായിരിക്കും, അപ്പുറത്തത് പക്ക വഹാബി ആയിരിക്കും. സമസ്തയുടെ സമുന്നത കലാലയങ്ങൾ വഹാബി സ്ഥാപനങ്ങളാണ്. സർവരെയും വഹാബിവൽക്കരിച്ചു. ഇവിടെ ഷജറകൾ കൃത്യമായിട്ട് പറയണേ, ഷജറകൾ സമസ്തയുടെ തനിമത്തത്തിനും ആദർശത്തിനും അവരുടെ ആ സമസ്തയുടെ പൈതൃകത്തിനുമാണ് കാവലിരിക്കുന്നതെങ്കിൽ ആത്യന്തികമായി സമസ്തയ്ക്ക് ഏറ്റവും പുറലേൽപ്പിക്കുന്ന റഹ്മത്തുള്ള കാസിമിക്ക് നേരെ എന്തുകൊണ്ട് ആദർശം അമാനത്താണെന്ന പരിപാടിയിൽ സത്താർ ബന്ധല്ലൂരോ ഹമീദ് ഫൈസി ഒരൊറ്റ വാക്ക് എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പോൾ അവർ കാവൽ നിൽക്കുന്നത് സമസ്തക്ക് വേണ്ടിയല്ല, സമസ്തയുടെ പൈതൃകത്തിന് വേണ്ടിയല്ല, ഇവരുടെ അജണ്ടക്ക് വേണ്ടി മാത്രം പറയുന്ന വർത്തമാനങ്ങളാണ് വഹാബിസം എന്നത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ വഹാബിസത്തോട് വലിയ വിയോജിപ്പും വലിയൊരു അമർശം ഉള്ളത് കൊണ്ടല്ല. പെരിന്തൽമണ്ണയിൽ പ്രസംഗിച്ചല്ലോ SKSFന്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി. ഈ ആദർശം അമാനത്താണ് എന്നത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ എന്തൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി വെച്ചതല്ല, ഞങ്ങൾ കൃത്യമായ ആദർശം പറയാൻ വേണ്ടി തന്നെ വെച്ചതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ എവിടെ പറഞ്ഞു? നിങ്ങൾ ചോദിച്ച ചോദ്യം എവിടെയാണ് പ്രസക്തമെന്ന്. ഈ ആദർശത്തിൽ ആദ്യം പറയേണ്ട വ്യക്തി ഇദ്ദേഹമല്ലേ? കാരണം മാതൃ സംഘടനയുടെ നെഞ്ചത്ത് ചവിട്ടുക, ഇസ്ലാമിന്റെ ആദർശത്തെ തന്നെ പരിഹസിക്കുക,
അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് ഞാൻ കണ്ടിട്ടില്ല. നാട്യോസ്ഥാന്റെ ഭാഷ പറഞ്ഞ ഞങ്ങൾ കണ്ടിട്ടില്ല. ആദർശം അമാനത്ത് എന്ന പരിപാടിയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരൂ. നമ്മളൊക്കെ ഒരു അർത്ഥത്തില് ഇവരെന്ത് പറയുന്നു, നിരന്തരം അവരുടെ അജണ്ടകൾക്ക് വേണ്ടി സംസാരിക്കുന്നു, നിരന്തരം വാഫി വിഷയത്തിൽ വാഫികൾ ആ കിതാബ് ഓതിക്കും, വാഫികൾ ഈ കിതാബ് ഓതിക്കും, വാഫികളുടെ തുടക്കത്തിൽ വഹാബി കിതാബ് പഠിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് വാഫികളായ രണ്ട് മക്കളെയും മകളെയും മകനെയും തുടക്കത്തിൽ വാഫി കിതാബില് മുജാഹിദ് അല്ലെങ്കിൽ വഹാബി കിതാബ് വന്നു എന്ന് പറയുന്ന അതേ ആളെന്നെ പിൽക്കാലത്ത് തന്റെ മക്കളെയും അതിൽ പഠിപ്പിക്കുന്നു. എന്ത് ആദർശം, എന്ത് പ്രതിബദ്ധത, ബുദ്ധിശൂന്യത? എനിക്ക് അതാണ്, ബുദ്ധിശൂന്യനായ ഒരു വ്യക്തിയാണോ? കാരണം തുടക്കകാലത്ത് വാഫി സംവിധാനത്തിൽ വഹാബി കിതാബുകൾ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയാം. എന്നിട്ടോ ഈ ഒരു സമീപകാലത്ത് അടുത്താണ് അദ്ദേഹത്തിന്റെ 2 മക്കളും പഠനം കഴിഞ്ഞിട്ട് അതിന് ഇറങ്ങുന്നത്. അപ്പോൾ ഇവര് പറയുന്ന ഇതിന്റെ താല്പര്യം എന്താണ്? ഒരു കാലത്ത് ഇത് വഹാബി ആയിരുന്നു അല്ലെങ്കിൽ വഹാബി ആശയമാണ് CIC എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് തന്നെ മക്കൾ അതിൽ പഠിപ്പിച്ചത്? അതിന് ഉത്തരം പറയേണ്ട ബാധ്യത അവർക്കുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ഒരു അജണ്ടയാണ്. അതായത് RSS കാണിക്കുന്നത് പോലെ മുസ്ലിം സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്നവരെയെല്ലാം ഒരു മുസ്ലിം തീവ്രവാദികളാക്കി ചിത്രീകരിക്കാനുള്ള അവർ കാണിക്കുന്ന എന്തെല്ലാം രീതിയിലുള്ള ആസൂത്രണങ്ങളുണ്ടോ, ശ്രമങ്ങളുണ്ടോ, കുതന്ത്രങ്ങളുണ്ടോ, അതിന്റെ മറ്റൊരു വേർഷൻ നമുക്ക് ഇവരിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ സമീപകാലത്താണ് നമ്മുടെ ജാമിയ നൂരിയക്കെതിരെ ആ വിഷയത്തേക്ക് പോകുന്നതിന് മുമ്പ് ഈ പറയപ്പെട്ട വിഷയങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ഇവരെയൊക്കെ സമൂഹം പരസ്യ വിചാരണ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം അത്രക്ക് ഗൗരവമുള്ള വിഷയമാണ്. CIC വഹാബിസാണ് അവിടെ പഠിപ്പിക്കുന്നത് എന്നൊക്കെ ആരോപിക്കുക, എന്നിട്ട് വീണ്ടും അവരുടെ മക്കളെ കൊണ്ടുവന്ന് ചേർക്കുക. എത്ര വലിയ വിരോധാഭാസമാണത്. അതിലപ്പുറം ഫിഖ്ഹുൽ മുയസ്സർ, 8 റക്അത്താണ് തറാവി. ഇതൊക്കെ ആളുകൾ ചോദ്യം ചോദിക്കണം. അവരെ വിളിച്ചിരുത്തിയിട്ട് ഈ പറയുന്ന പച്ചക്കളവുകളെ പരസ്യ വിചാരണ ചെയ്യണം. അപ്പൊ ബോധ്യപ്പെടുമല്ലോ. യഥാർത്ഥത്തിൽ ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നടന്നുള്ള സമരം അത് നമ്മളൊന്ന് വിശകലനം ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഒരിക്കലും അത് അഷ്കർ അലി ഫൈസി ഉസ്താദിന് വേണ്ടിയിട്ടുള്ള സമരമല്ല. യഥാർത്ഥത്തിൽ ജാമ്യയിൽ നിന്ന് സമീപകാലത്ത് ആട്ടിയോടിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു അർത്ഥത്തിലും ഒരു ഇടവും നൽകാതെ ഒരു വാക്കുമുണ്ടാൻ ഒരു പ്രസംഗത്തിൽ ഏതെങ്കിലും ഒരു ക്യാമ്പിൽ ഒരു മൂലക്ക് ഒരു നന്ദി പറയാൻ പോലും ചാൻസ് കിട്ടാത്ത രീതിയിൽ ഈ ജാമ്യയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകൾ 2 ആളുകൾ ഹമീദ് ഫൈസി അമ്പലക്കടവ്, സത്താർ വന്തിരൂരാണ്. അവര് ഈ അഭിനന്ദരായ ഉസ്താദ് അവറുകളെ, അഷ്കർ അലി ഉസ്താദ് അവറുകളെ ഒരു പ്രതീകം പോലെ മുൻനിർത്തി അവർക്ക് വേണ്ടി സ്വയം ഉണ്ടാക്കി വെച്ചൊരു സദസ്സാണ്. അവർക്കൊന്ന് ഉറക്ക കരയാൻ, അവർക്കൊന്ന് രോദനം, അവരുടെ മനസ്സകങ്ങളിൽ ആകുലതകളൊന്ന് വിളിച്ചു പറയാൻ അതിനുവേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ് എൻ്റെ കൃത്യമായ അഭിപ്രായം. നമ്മൾ നോക്കുക, ഇവിടെ സമീപകാലത്ത് ഇതേ ഒരു സമാനമായ മുഷാവറ അംഗത്തെ സമസ്തയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പ്രതിഷേധങ്ങൾ നടന്നോ? ഇല്ല. കാരണം അതൊരു സമസ്തയുടെ തീരുമാനമുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും സമചിത്തതയോടുകൂടി പെരുമാറുകയും, അദ്ദേഹത്തിന് അനുയായി വൃന്ദങ്ങളുണ്ടല്ലോ, അദ്ദേഹം ആരെങ്കിലും കമായി എന്ന അക്ഷരം മിണ്ടിയോ? അദ്ദേഹം മിണ്ടിയോ? ഇല്ല. അതാണ് സംസ്ഥക്ക് വിധേയപ്പെടുന്നവർ. എന്നാൽ അദബിന്റെ ഏറ്റവും വലിയ സമൂർത്തി രൂപങ്ങൾ ഞങ്ങളാണെന്ന് പറയുന്നവർ എന്ത് ചെയ്തു? പെരിന്തൽമണ്ണയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേരിട്ട് നടത്തുന്ന സ്ഥാപനത്തിനെതിരെ പ്രത്യക്ഷത്തിൽ സമരം നടത്തുകയും അതിലെ നേതാക്കന്മാരെ ഹീനമായ രീതിയിൽ വൃത്തികെട്ട ഭാഷ്യത്തിൽ അഭിസംബോധന ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ ഏറ്റവും വലിയ പുണ്യാളന്മാർ, സമസ്തയുടെ ഏറ്റവും വലിയ ഒരു പ്രതിപുരുഷന്മാർ എന്ന അർത്ഥത്തിൽ അവർ സ്വയം വാഴുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ കേരളീയ മുസ്ലിം സമുദായത്തിനും സമസ്തയെ സ്നേഹിക്കുന്നവർക്കും കഴിയില്ല, മനസ്സില്ല. അതിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് ഉമ്മുൽ മദാരിസിനെ കളങ്കപ്പെടുത്തിയതിന് ഉമ്മുൽ മദാരിസ് മറുപടി കൊടുക്കുകയാണ്. കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി, സമൂഹം ക്ഷമിച്ചു, നേതാക്കൾ ക്ഷമിച്ചു. ഇപ്പൊ തീരുമാനം എടുത്തിരിക്കുകയാണ് ഈ ഷജറ എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ അപകടകരമായ ഈ പോക്കിനെ ഇനി മൗനം കൊണ്ട് നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് കൃത്യമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ. അതാണ് ഈ 14-ാം തീയതി കാണാൻ പോകുന്നത്. നമ്മുടെ പൂർവികരായ ആളുകളുടെ അർവാഹുകൾ, നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ, സയ്യിദന്മാരുടെ, അവരുടെ ആത്മാക്കൾ സന്തോഷിക്കാൻ പോകുന്ന ദിവസമാണ് തിങ്കളാഴ്ച. ഉമ്മുൽ മദാരിസിന്റെ മുറ്റത്തേക്ക് വിളിച്ചിരിക്കുകയാണ്. എന്തിന്? ഈ പെരിന്തൽമണ്ണയിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ബഹുവന്ദനായ അസ്കർ അലി ഉസ്താദിനെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് ഇവരുടെ സങ്കടങ്ങളും ഇവരെ മാറ്റി നിർത്തിയതിൻ്റെ ദേഷ്യവും വെറുപ്പും എല്ലാം എവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്ന നിഷ്കളങ്കരായ ആളുകളെ മുമ്പിലിരുത്തി പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച ആ പെരിന്തൽമണ്ണയിലെ ആ ഒരു സമ്മേളനം ചരിത്രത്തിൽ ഒരിക്കലും മാപ്പ് കൊടുക്കാത്ത, നമ്മൾ നേരത്തെ 89 സൂചിപ്പിച്ചു, അവരിൽ നിന്ന് പോലും ഉണ്ടാകാത്ത, അവരെ നമ്മൾ മാറ്റി നിർത്തുന്നില്ല, അവരും ഇവരും തമ്മിൽ അന്തർധാരത്തിൽ സജീവമാണ്. അതിലൊരു കാര്യം പറയാം കേട്ടോ. ഈ സമീപകാലം വരെ ഹമീദ് ഫൈസി അമ്പലക്കടവ് 89 കഴിഞ്ഞിട്ട് ഈ 2000 ഈ ഷജറ വിഷയം അല്ലെങ്കിൽ ഈ പ്രശ്നം വരുന്നത് വരെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആകമാനം ഉണ്ടായിരുന്നത് സാക്ഷാൽ കാന്തപുരം എന്നായിരുന്നു. എന്നാൽ
ഇപ്പോ ആദർശ അമാനത്ത് പരിപാടി വന്നു, എവിടെയെങ്കിലും സാക്ഷാൽ കാന്തപുരം ഞാൻ കേട്ടില്ല കേട്ടോ, ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോ എന്തേ കാരണം? ഇവർക്ക് ജീവിക്കാൻ, ഇവർക്ക് ഏതെങ്കിലും ഒരു മൂലയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എത്രമേൽ മയപ്പെടുത്തിയാണ്, മൃദു സമീപനത്തോടെയാണ് പറഞ്ഞിരുന്നത്. അല്ല, ഇവർക്ക് മനസ്സിലായ ഒരു കാര്യേ, ഇവർക്ക് കാരണം അവർക്ക് ജീവിക്കാൻ മറ്റൊരു വിഷയം കിട്ടിയിരിക്കുന്നു, അവർക്ക് അന്നം കണ്ടെത്താൻ മറ്റൊരു വിഷയം ഇര ഉണ്ടാവണം. അതായത് ഫാസിസം നമ്മൾ മനസ്സിലാക്കാറുണ്ട്, RSS നമ്മൾ പറയാറുണ്ട്, ഇവിടുത്തെ ക്രിസ്ത്യാനികളോട് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയുന്ന ഒരു വർത്താനുണ്ട്, അത് അവരുടെ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. എന്താണ്, ഈ മുസ്ലിങ്ങളെ ഈ നാട്ടിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുന്നു കരുതുന്നുണ്ടോ? ഇല്ല, പോലെ അടുത്തൊരു ശത്രു ഉണ്ടാക്കും എന്ന പോലെ തന്നെയാണ് ഇവർക്ക് സംസാരിക്കാൻ, ഇവർക്ക് എന്നും TA കിട്ടാൻ, ഇവർക്കെന്നും വേദി കിട്ടാൻ, ഇവർക്കെന്നും പ്രസംഗിക്കാൻ, ഇവർക്കെന്നും മറ്റു ഇടങ്ങളിലൂടെ ആളുകൾക്ക് മുന്നിൽ ഒരു ഹീറോ പരിവേഷത്തോടു കൂടി താൻ വലിയ സംഭവം, ആദർശത്തിന്റെ ഏറ്റവും വലിയ സമൂർത്തി രൂപവും അതിന്റെ ദിവ്യ പുരുഷനുമാണ് എന്ന അർത്ഥത്തിൽ നടക്കുന്ന രീതിയിൽ അവർക്ക് കിട്ടാൻ മറ്റൊരു ശത്രുചേരിയെ കിട്ടിക്കഴിയുമ്പോൾ അവർ ഇതുവരെ പറഞ്ഞിരുന്ന ജൽപ്പനങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് പതിറ്റാണ്ടുകളോളം പറഞ്ഞു വന്ന ആദർശത്തെ കണ്ണടച്ചിരുട്ടാക്കുന്നത് പോലെ ഇത്ര പെട്ടെന്ന് യൂട്ടേൺ അടിക്കാൻ വേറെ ആർക്ക് പറ്റും? ഇവർക്കല്ലാതെ. കാരണം തെരുവുകളായ തെരുവുകളിൽ തിരുകേശത്തിന്റെ പേരിൽ ഒരു വിഭാഗം തിരുകേശം എന്ന് പറയുമ്പോൾ അത് തിരുകേശമല്ല എന്ന് പറഞ്ഞ് സമസ്തയുടെ ആദർശമാണ് എന്നും പറഞ്ഞ് പരസ്പരം കൊമ്പ് കോർത്ത് നടന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ MT അബൂബക്കർ ദാരിമിയും മമ്പാട് വഹാബ് സഖാഫി ഒന്നിക്കുകയാണ്. രണ്ടുപേരോട് വ്യക്തിപരമായിട്ട് നമുക്ക് ഒരു വിരോധമില്ല, ഒന്നിക്കണം. പക്ഷേ ഇത്രയും കാലം പറഞ്ഞു വന്ന ഇവർ രണ്ടുപേരും പറഞ്ഞ ആദർശം, ഇവരാണ് മദ്രസകളെ രണ്ടാക്കിയത്, ഇവരാണ് മഹല്ലുകളെ രണ്ടാക്കിയത്. എല്ലാം കഴിഞ്ഞ് അവർക്ക് തോന്നുന്ന സന്ദർഭത്തിൽ അവർ തമ്മിൽ ചേരുന്നു. അവർ രണ്ടാക്കിയ നാടുകളുടെ അവസ്ഥകളെ കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ടോ? സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് പകരമല്ല സയ്യിദ് ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ. ഞാൻ ആ വ്യക്തിയെ അത്യധികം ആദരവോടുകൂടി പറയാണ്. അവര് നിരപരാധികളാണെന്ന് കരുതരുത്. അല്ല, രണ്ടും ഒരേ കുടുംബങ്ങൾ പാണക്കാടിനെ കണ്ടിട്ടുണ്ട്, ഈ നാട്ടുകാർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഹമീദ് ഹുസൈൻ അമ്പലക്കടവ് സത്താർ മുതലൊരു നട്ടല്ലോ നട്ടല്ലേ സങ്കരയിന സംസ്കാരത്തിന്റെ വക്താവ് എന്ന് പാണക്കാടിനു നേരെ ഉന്നം വെച്ച് വെടിപൊട്ടിച്ചാൽ ആ വെടിപൊട്ടിച്ചയിൽ ആളുകൾ ലയിച്ചു പോകുമെന്ന് ഓല് കരുതണ്ട, അങ്ങനെ ഒരു കിനാവൂല് കാണണ്ട. ഇന്ന് സാദിഖ് അലി തങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും വെല്ലുവിളികളും അതും പുതിയതല്ല. അല്ല, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ അവിടെ ചെന്നപ്പോ അദ്ദേഹം ഇന്ന് ജയിച്ചിരിപ്പുണ്ടെങ്കിൽ ഷജറ കണ്ണാടിയിലൂടെ അദ്ദേഹത്തെ അവർ വിശേഷിപ്പിക്കുന്നത് ഏറ്റവും മൂത്ത സങ്കര ഇനത്തിന്റെ സംസ്കാരമുള്ള വഹാബി എന്നവര്. മുസ്ലിം സമുദായത്തിന്റെ പൊതു പ്ലാറ്റ്ഫോമിൽ മഹാനായ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഒരുമിച്ചിരിക്കുമായിരുന്നു. ആരോടൊപ്പം? ഈ KM മൗലവിയോടൊപ്പം, ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവിയോടൊപ്പം. ആ ആളുകൾ ഇന്നത് പറയാൻ മടിക്കുന്നു, അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി. അപ്പോ ഇവരുണ്ടാക്കിയ വെറുപ്പുൽപാദനത്തിലൂടെ ഭിന്നിപ്പിക്കപ്പെട്ട ഒരു നാടിന്റെ മുന്നിൽ അവർ പല്ലിളിച്ച് രണ്ടും ചേർന്ന് നിൽക്കുമ്പോൾ സമൂഹം എല്ലാ അർത്ഥത്തിലും സമസ്തയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ എത്തിച്ചത് ഷജറകളാണ്. അങ്ങനെയാണ് വാഫി സ്ഥാപനം വഹാബിയായത്, അങ്ങനെയാണ് ദാറുൽ ഹുദ വഹാബിയായത്, അങ്ങനെയാണ് ജാമിഅ വഹാബിയായത്, തന്നെയാണ് പാണക്കാട് തങ്ങളും സങ്കര സംസ്കാരത്തിലെത്തിയത്. അതെ, ശരിയാണ്. വാഫി സംവിധാനത്തിന് ഇവിടെ ചെറിയ അർത്ഥത്തിലൊക്കെ പുറലേറ്റിട്ടുണ്ട്. ഞങ്ങള് അത് ഇല്ല എന്ന് പറയില്ല, കാരണം നമ്മളെ സംവിധാനത്തിന് പാണക്കാട് തങ്ങളെ ഇവർ ആക്രമിക്കുന്നു. പാണക്കാട്ട് തങ്ങളെ സങ്കര സംസ്കാരത്തിന്റെ കുട്ടശ്ശേരിയുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് സയ്യിദ് ഹൈദരലി ശിഹാബുകളാണ്. അതിന്റെ ബാക്കില് ഫോട്ടോയിൽ കാണുന്നത് ഹമീദ് ഫൈസി അമ്പലക്കടവാണ്. അല്ല, ഒന്ന് കൂടെ ഇരുന്നാൽ ആദർശം അവിടെ പോയി പഠിച്ചാലും ചോരൂല. അതാണ് മൂപ്പര ഉറപ്പ്. പവറാണ് അവളുടെ മനസ്സിൽ. ഇവിടെയാണ് ഇവരൊക്കെ സഖാവുന്നത്. അതെ, നമ്മള് സഖാവ് എന്ന് പറയുന്ന അർത്ഥം ഇവരർത്ഥത്തില് അക്ഷരാർത്ഥത്തിൽ മെമ്പർഷിപ്പ് എടുത്ത സഖാവ് എന്നല്ല, അവർ അതിനുവേണ്ടി വിടുപണി ചെയ്യുന്നു എന്നാണ്.